വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു വീട്ടിലേക്ക് കയറിച്ചല്ല. അതായത് ഇന്നലെ വെള്ളം എത്രത്തോളം പൊങ്ങി എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇത്രയും. അതായത് അരയ്ക്ക് മുകളിൽ വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇത്രയും ഉയരത്തിലാണ് ഈ വീട്ടിൽ വെള്ളം പൊങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വീടിന് എന്തുമാത്രം നാശനഷ്ടമുണ്ട്. ചേട്ടാ ഇങ്ങോട്ട് വന്നു വാ. ക്ലീനിങ് കഴിഞ്ഞോ? ആണോ? ഉള്ളിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ്. ഉള്ളിൽ നിറച്ച് വെള്ളം കെട്ടി കിടക്കുന്നു. കയറി വരും. അങ്ങോട്ടൊന്ന് കയറിച്ചില്ല. ആ ഒരു ചെരിപ്പിടാലോ. ഇപ്പോഴും ഈ വീടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതിനകത്ത് ചെളിയുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, ഈ അലമാരി, ഇതൊക്കെ നനഞ്ഞ് ആകെ കുതിർന്ന് കിടക്കുകയാണ്. അതൊക്കെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം കേട്ടോ. ഗൃഹോപകരണങ്ങളൊക്കെ മറ്റേ ഇലക്ട്രോണിക് അതൊക്കെ എല്ലാം ഫ്രിഡ്ജ്, TV ഇതൊക്കെ നനഞ്ഞ് മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നനഞ്ഞ് ടോയ്ലറ്റ് മൊത്തം കംപ്ലീറ്റ് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കരകവിഞ്ഞ് ഒഴുകിയില്ല. ഇത്രയും ഒന്നും വെള്ളം ഇത്ര ഉണ്ടായിരുന്നല്ലോ വെള്ളം. ഇപ്പൊ ആ തുറന്നു വെച്ചിട്ട് ആ വെള്ളം തുറന്നു വെച്ചാൽ അഴിച്ചു വിട്ടിരിക്കുന്നു. അവിടെ നിന്ന് കരകവിഞ്ഞ് ഒഴുകിയ വെള്ളം ഒഴുകി അടക്കളയിൽ നോക്കി. അടക്കളയും കേട്ടോ വെള്ളം കെട്ടി കിടക്കുന്നു. ഇതൊക്കെ ഇപ്പം മുകളിൽ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ വെള്ളം ഇതൊക്കെ നനഞ്ഞ് എല്ലാ സാധനങ്ങളും നനഞ്ഞിരിക്കും. മുകളിൽ കെട്ടി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും ഓ ഇല്ല. ഞാൻ വൈഫുണ്ടൊക്കെ മുകളിൽ കയറിയിരിക്കുക. മുകളിൽ എല്ലാവരും മുകളിൽ കയറി. ഇവിടെ രക്ഷയില്ല. തുറന്ന ഗതികേടാണ്. തുറന്ന് കംപ്ലീറ്റ് തുറന്ന് വെള്ളം കയറിയിരിക്കല്ലേ. അതിലൊക്കെ പമ്പളം ഒന്ന് ചെയ്യാൻ അതിന് ഒക്കെ നനഞ്ഞ് തുറന്നാ പോയി. തുറക്കാണ്ട് വെച്ചിരിക്കുകയാണ്. TV ഇതെല്ലാം സാധനങ്ങളൊക്കെ 2 തവണ കയറി വെള്ളം. 2 തവണ ക്ലീനിങ്. ഇപ്പം ഇന്നലെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഉടനെ അടുത്ത മഴ വന്ന് കയറിയത്. ക്ലീനിങ് കഴിഞ്ഞതൊക്കെ മുകളിൽ കയറുമ്പോഴേക്കും അടുത്ത വെള്ളപ്പൊക്കം അങ്ങോട്ട് വെള്ളം വന്ന് അടിച്ച് കയറി കിടന്നു. ഇനിയും മഴ വരുന്നില്ല. ഇത് ഇത്രയും ആ ലെവലാണ്. ആ ചുമര് കണ്ടില്ലേ? ആ ചുമരിന്റെ അത്രയും വരും വെള്ളം. അതാണ്ട അടയാളം കണ്ടില്ലേ? കൃത്യമായിട്ട് അടയാളം നോക്കിക്കോളൂ. പറ്റി കിടക്കാൻ നോക്ക് കൃത്യമായിട്ട് കണ്ടോ? കറക്റ്റ് നോക്കുക. ആ ചുമരിന്റെ അത്രത്തോളം വെള്ളം കയറിയിരിക്കുക. സാധാരണ നിലയിലേക്ക് വരാൻ ഒരു 2 ദിവസം വെയിൽ വന്നാൽ കുഴപ്പമില്ല. വെയിൽ വന്നാൽ ക്ലീനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ ഒന്നും ചെയ്യാം. ഒരു അടുത്ത മഴ വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെയും വെള്ളം കയറും. ക്ലീനിങ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുകളിലേക്ക് അതൊരു ആശ്വാസം. കട്ടിലൊക്കെ എടുത്തിട്ട് മുകളിൽ കിടക്കാൻ മാത്രം. ഭക്ഷണം കഴിക്കണ്ടേ? അതും ആരും വന്നിട്ടില്ല. ഇതുവരെയ്ക്കും ആരും എത്തിയിട്ടില്ല. പിന്നെ നേരത്തെ വന്ന ആൾക്കാർ ആ വീട്ടിൽ വെള്ളം അവരൊക്കെ മാറിപ്പോയി. അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കി അത് അത്രയും താഴ്ന്നു കിടക്കുന്ന വെള്ളം. അവരൊക്കെ ഒഴിപ്പിച്ചവരാ. ഇല്ല, ആരുമില്ല. എല്ലാവരും പോയി. ഇന്നലെ രാത്രി എല്ലാവരും പോയി. ഇന്നലെ വെള്ളം കയറി എത്ര വെള്ളം വന്നപ്പോൾ പിന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതെ, തുറന്നു കിടക്കുകയാണ്. അവിടെ പോയി നോക്കാം. കുറച്ചും കൂടെ നമുക്ക് ഇതിനേക്കാൾ വലിയ രീതിയിൽ ഈ വെള്ളക്കെട്ട് ദുരിതത്തിലാക്കിയ ഒരു വീട് നമുക്ക് കാണാം. ഇവിടെ ഇതിനേക്കാൾ ഈ നമ്മളിപ്പോൾ കണ്ട വീടിനേക്കാൾ കുറച്ചുകൂടി താഴ്ചയിലാണ് ഈ വീടുള്ളത്. കണ്ടേ, എല്ലാ കട്ടിലും ബെഡും ഒക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. കണ്ടേ, അത് നല്ല രീതിയിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടൊരു പൂർണ്ണമാണ്ടോ ആ വീടിനകത്തേക്ക് കയറാൻ തന്നെ പ്രയാസമാണ്. ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് ഈ ദുരിതത്തിൻ്റെ നേർചിത്രം. അവിടെ മൊത്തം ചെളി കയറി കിടക്കുകയാണ്. കിടക്കാൻ പോലും, അതായത് ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ കിടക്കാൻ പോലുമുള്ള ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ ഒരു കട്ടിലില്ല. നിലത്ത് കിടക്കാൻ പ്രയാസമാണ്. ഈ നനഞ്ഞു കിടക്കുന്ന തറയിൽ ഒരു കട്ടിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ വീട്ടിൽ സർവ്വ ഉപകരണങ്ങളും നശിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ദുരന്ത ചിത്രം. ഇതൊരു വലിയൊരു ദുരന്തം തന്നെയാണ്. കാരണം ഈ വീട്ടിൽ ഇനി വെള്ളം പൊങ്ങിയത് കൊണ്ട് ദുർബലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ
വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി തിരിച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്ര മാത്രം പ്രയാസകരമാകും. കാരണം പിന്നെയും അടുത്ത വർഷം വെള്ളം വന്നു കഴിഞ്ഞാൽ സമാനമായ അവസ്ഥ. അപ്പോൾ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ കുറച്ച് മനുഷ്യ ജീവിതങ്ങളെ തന്നെ ഇല്ലാതാക്കി കളയുന്ന തരത്തിലാണ് ഈ വെള്ളം പൊങ്ങിയത് എന്നുള്ളത് പറയാം. അപ്പോഴും അധികാരികൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറയേണ്ടി വരും. കാരണം അവർക്ക് മുന്നിൽ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാനായിട്ടുള്ള ഒരുപാട് വഴിയുണ്ടായിരുന്നു. അവർ പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ സമയബന്ധിതമായിട്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു ഈ പദ്ധതികൾ ഉണ്ടായിരുന്നത്. സമയബന്ധിതമായിട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രദേശത്തെ ഈ ജനങ്ങളുടെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഈ ഭാഗത്തൂടെ ഒഴുകുന്ന തോട് അതിന് വീതി കൂട്ടി അത് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയൊരു തോട്ടിലേക്ക് പോവും. അവിടെയും തടസ്സങ്ങളൊക്കെ നീക്കി ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ഈ മനുഷ്യരുടെ ജീവിതം തകർത്തെറിയുമായിരുന്നില്ല. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലവും സമ്പാദിച്ചെല്ലാം ഇത്രയും കാലം ഏറ്റവും സുരക്ഷിതമായി താമസിച്ചിരുന്ന ഇടങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അന്യമാകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നെല്ലാം കാണാൻ കഴിയുന്നത്. അവനവൻ്റെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന വെള്ളം അവനവൻ്റെ വീടിനെ തന്നെ ഇല്ലാതാക്കി കളയുന്നു. വീട്ടിലുള്ള ജീവിതം, വീട്ടിലുള്ള സമാധാനം എല്ലാം ഇല്ലാതാക്കി കളയുന്നു. കിടന്ന കട്ടിൽ, മെത്ത, തുണികൾ, ഏറ്റവും സ്വന്തമായി സ്വകാര്യമായി വെച്ച് അനുഭവിച്ചിരുന്ന സാധനങ്ങൾ, സാമഗ്രികളെല്ലാം ഇല്ലാതെ പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തിരികെ വന്നാൽ ഒരു ജീവിതം സമാധാനമായി തുടങ്ങാൻ എത്ര വലിയ പ്രയത്നം അവർക്ക് വേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്ക് ഒറ്റ കാഴ്ചയിൽ കാണാൻ കഴിയും.